ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉൻ എന്ന അതിക്രൂരനായ ഭരണാധിപന്റെ കഥയിലേക്ക് സ്വാഗതം. ലോകത്ത് തന്നെ ഏറ്റവും രഹസ്യപരമായ രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ് കിം ജോങ്. അദ്ദേഹത്തിന്റെ ജീവിതം, ഭരണതന്ത്രം, ഭീകരത, വെളിവാക്കപ്പെടാത്ത നിരവധി കഥകൾ ഇവയാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. 1984 ജനുവരി 8 ഉത്തര കൊറിയയുടെ തലസ്ഥാനമായ പ്യോങ്യാങ്ങിൽ ജനിച്ച കിം ജോങ് ഉൻ ഉത്തര കൊറിയയുടെ മുൻ നേതാവായ കിം ജോങ് ഇലിന്റെയും മൂന്നാമത്തെ ഭാര്യയായ കോ യോങ് ഹിയുടെയും മകനാണ്. പെൺകുട്ടികളുടെ ഇടയിൽ വളർന്ന കിം ജോങ് ഉൻ ബാല്യം തന്നെ വളരെ ആഡംബരമായിരുന്നു. കിം ജോങ് ഉന്റെ വിദ്യാഭ്യാസ ജീവിതം സ്വിറ്റ്സർലാൻഡിലെ ബെർൺ ഇന്റർനാഷണൽ സ്കൂളിൽ പൂർത്തിയാക്കി. പാക് ഉൻ എന്ന വ്യാജനാമത്തിൽ അധ്യാപകരും ഇടയിലും കൂട്ടുകാർക്കുമൊത്ത് സാധാരണ വിദ്യാർത്ഥിയായി ജീവിച്ചു. വിദ്യാഭ്യാസത്തിൽ അത്ര കേമൻ അല്ലായിരുന്നു എങ്കിലും ബാസ്കറ്റ്ബോൾ, വീഡിയോ ഗെയിംസ് തുടങ്ങിയ കാര്യങ്ങളിൽ സജീവമായിരുന്നു. പൂർണ്ണ വിദ്യാഭ്യാസം പൂർത്തിയാക്കാതെ തന്നെ കിം ജോങ് ഉൻ വീണ്ടും ഉത്തര കൊറിയയിലേക്ക് മടങ്ങി. 2011 ഡിസംബറിൽ അദ്ദേഹത്തിന്റെ പിതാവായ കിം ജോങ് ഇൽ അന്തരിച്ചപ്പോൾ ഉത്തര കൊറിയയുടെ സുപ്രീം ലീഡറായി കിം ജോങ് ഉൻ അധികാരമേൽക്കുന്നു. പിതാവിന്റെ മരണാനന്തരം പലരും അദ്ദേഹത്തിന്റെ നേതൃശേഷി സംശയിച്ചതിനാൽ തനിക്കെതിരെ നിൽക്കുന്നവരെ ഇല്ലാതാക്കാനുള്ള നടപടികൾ അയാൾ അതിവേഗത്തിൽ ആരംഭിച്ചു. കിം ജോങ് ഉന്റെ ഭരണകാലം ജനങ്ങൾ വിശപ്പിലും ദുരിതത്തിലും മുങ്ങിയ ഒരു കാലഘട്ടമായിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണത്തിൽ ഏറ്റവും പ്രശസ്തമായതും ഭയാനകമായതും കുറ്റവാളികളെ പൊതുജനങ്ങൾക്കു മുമ്പിൽ വെടിവെച്ച് കൊലപ്പെടുത്തൽ എന്നതായിരുന്നു. പക്ഷേ ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയത് മറ്റൊന്നായിരുന്നു: വർഗവംശവധം. അതായത് കുറ്റവാളിയുടെ കുടുംബത്തിലെ അംഗങ്ങളെ കൂടി വെടിവെച്ച് കൊന്ന സംഭവം തുടങ്ങിയ കഥകൾ ലോകമനസാക്ഷിയെ നടുക്കിയിരുന്നു. കിം ജോങ് ഉന്റെ ഭരണത്തിലെ ഏറ്റവും വലിയ പ്രശ്നമായി മാറിയത് ആണവ പരീക്ഷണങ്ങൾ ആയിരുന്നു. അമേരിക്കയും ദക്ഷിണ കൊറിയയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളോട് നിരന്തരം ഭീഷണിപ്പെടുത്തുന്ന ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണങ്ങൾ ലോകത്തെ ശാന്തി നിലനിൽപ്പിന് വലിയ വെല്ലുവിളിയായി. 2017 കിം ജോങ് ഉൻ നടത്തിയ ഹൈഡ്രജൻ ബോംബ് പരീക്ഷണം ആഗോളതലത്തിൽ അതിക്രൂര ഭരണകൂടത്തിന്റെ പ്രതീകമായി മാറി. ഉത്തര കൊറിയയിൽ സ്വതന്ത്ര ചിന്ത, സംഗീതം, വിദേശ ഭാഷകൾ ഉൾപ്പെടെയുള്ളവയെ കർക്കശമായ നിയമങ്ങൾ ഉപയോഗിച്ച് നിരോധിച്ചു. പൊതുജനങ്ങളുടെ വിദേശയാത്ര, വ്യക്തിപരമായ അഭിപ്രായ പ്രകടനം, സമൂഹ മാധ്യമങ്ങളിലൂടെ ആശയവിനിമയം എന്നിവയെല്ലാം കടുത്ത നിയന്ത്രണത്തിലായിരുന്നു. കിം ജോങ് ഉന്റെ വ്യക്തിപരമായ ജീവിതം വളരെ രഹസ്യമായിരുന്നുവെങ്കിലും അദ്ദേഹം രി സോൾജു എന്ന ഗായികയെ വിവാഹം കഴിച്ചു. മക്കളുടെയും കുടുംബാംഗങ്ങളുടെയും വിവരങ്ങൾ ഇപ്പോഴും വ്യക്തമായി പുറത്തുവന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ സഹോദരൻ ജോണം 2017 മലേഷ്യയിൽ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തു എന്നാണ് ലോകം അറിഞ്ഞത്. എന്നാൽ ഭരണമാറ്റം സംഭവിക്കാതിരിക്കാൻ വേണ്ടി കിം ജോങ് ഉൻ കൊന്നുകളഞ്ഞതാണ് എന്നാണ് ഉത്തര കൊറിയൻ ജനങ്ങൾ കരുതപ്പെടുന്നത്. ഒരു ജനാധിപത്യ സംവിധാനമോ ജനപ്രിയ ഭരണപദ്ധതിയോ അല്ല ഭീഷണി, തീവ്രത, ഭീകരത ഇവയിലൂടെ മാത്രമാണ് അദ്ദേഹം ഭരണം ഉറപ്പാക്കിയത്. അദ്ദേഹത്തിന്റെ കർശനവും അന്ധവുമായ ഭരണനയം ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശ പ്രവർത്തകർ വിപുലമായ പ്രതിഷേധങ്ങൾക്ക് ഇടവരുത്തി. ഇവയെല്ലാം ഇന്നും മാറാത്ത സത്യങ്ങൾ ആണ്. ജനങ്ങളെ ഭയത്തിലും നിരന്തര വിലക്കുകളിലും അടിച്ചമർത്തുന്നതുമായ ഒരു അധിനിവേശമായിരുന്നു കിമിന്റേത്. ഇതേക്കുറിച്ച് നിങ്ങൾക്ക് ഇതിലും കൂടുതലായി അറിയാവുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യൂ. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണും വരെ ഗുഡ്.